സാർ, ആ വിജയം അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ്. ആ നയതന്ത്ര വിജയത്തെ കുറിച്ചൊന്ന് പറയാമോ? ഹോർമുസിൽ, അതെ, അതായത് റോബർട്ട് കിയോസാക്കി ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓഥറാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം എഴുതിയ ആളാണ് റോബർട്ട് കിയോസാക്കി. റോബർട്ട് കിയോസാക്കി ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ ഈ യുദ്ധകാലത്ത് ഇന്ത്യ നേടിയ വിജയങ്ങളെപ്പറ്റി കുറച്ച് കുറിപ്പുകൾ എഴുതുന്നുണ്ട്. അത് ഈ രാഹുൽ ഗാന്ധി, പിന്നെ ഈ MP ഗോവിന്ദൻ, ഇങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ ലോകത്ത്, ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ. അത്തരം ആളുകൾ ഇങ്ങനെ ഇന്ത്യയെ പുലഭ്യം പറഞ്ഞുകൊണ്ട് ചൈനയെ അനുകൂലിച്ചുകൊണ്ടൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലോകത്ത് ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൊണ്ടാടുന്ന ഈ മോദി ഒരു തവണ ഫോൺ ചെയ്തു കഴിഞ്ഞാൽ ഈ യുദ്ധം തീരും എന്ന് പറയുന്ന UAE പഴയ നയതന്ത്ര പ്രതിനിധിയും അമേരിക്കൻ സെനറ്ററും ഒക്കെ ഉണ്ട് ഈ ലോകത്തിപ്പോൾ. അതിൻ്റെ ഇടയ്ക്കാണ് റോബർട്ട് കിയോസാക്കി ഈ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെ 3 തവണ വിളിച്ചപ്പോൾ ഉണ്ടായ വലിയ വിജയത്തിനെ പറ്റി കുറിപ്പെഴുതിയിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ യൂറോപ്പിൻ്റെ എണ്ണ ടാങ്കറുകൾ, അമേരിക്കയുടെ എണ്ണ ടാങ്കറുകൾ ഒക്കെ തടയുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് പോകുന്ന എണ്ണക്കപ്പൽ അല്ലെങ്കിൽ ഇന്ത്യൻ പതാകയുള്ള എണ്ണക്കപ്പലുകൾ ഒക്കെ അതുവഴി കടത്തിവിടാൻ ഇറാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഒരു കപ്പൽ ഇന്ത്യയിലെത്തി, ബാക്കി 2 യാത്രയിലാണ്. അപ്പോൾ ലൈബീരിയൻ കൊടിയുള്ള ഷാൻലോങ് എന്ന് പറഞ്ഞ കപ്പല് മുംബൈയിലെത്തി. മറ്റേത് ഈ പുഷ്പക്, പരിമൾ എന്നീ 2 കപ്പലുകൾ കഴിഞ്ഞ ദിവസം ഹോർമുസ് വഴി ജയശങ്കർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി വിട്ടു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹോർമുസിൻ്റെ നിയന്ത്രണം ഇപ്പോഴും ഇറാൻ്റെ കയ്യിലാണ്. ട്രംപിന് ഹോർമുസിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹോർമുസ് നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ ഈ യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്ന്. അത് ഒരു തന്ത്രപ്രധാന മേഖലയാണ്. കാരണം എണ്ണയുടെ ഒരു പ്രധാനപ്പെട്ട കീ പോയിന്റ് ആണ്. ആഗോള എണ്ണ വിപണിയുടെ ഒരു കീ പോയിന്റ് ആണ് ഹോർമുസ്. ആഗോള തലത്തിൽ എണ്ണയുടെ 20% അതുവഴിയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് ഇപ്പോഴും ഇറാൻ്റെ തന്നെ കയ്യിലാണ്. അപ്പോൾ ഹോർമുസ് എപ്പോൾ വേണമെങ്കിലും ഈ കൊങ്ങിക്ക് പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഹോർമുസിൽ ഇറാൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആഗോള എണ്ണ വിപണിയുടെ കൊങ്ങിക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ പിടിച്ചിട്ട് ഇന്ത്യയുടെ എണ്ണക്കപ്പലുകൾ അതുവഴി കടന്നു പോയിക്കോട്ടെ എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഒരു ഗംഭീരമായ നയതന്ത്ര വിജയമാണെന്ന് ഈ കിയോസാക്കിയെ പോലുള്ള ആളുകൾ പറയുന്നു. അപ്പോൾ നമ്മളത് ചർച്ച ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണക്കപ്പലുകൾക്ക് നേരെയും അല്ലാത്ത കപ്പലുകൾക്ക് നേരെയും വലിയ തോതിൽ ആക്രമണം ഇപ്പോൾ ഈ യുദ്ധമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ഇന്ത്യൻ നാവികരുണ്ടായിരുന്ന അമേരിക്കയുടെ ഒരു കപ്പൽ സഫീസ സേഫ് സി വിഷ്ണു എന്നാണ് കപ്പലിൻ്റെ പേര്. അതായത് ഇന്ത്യൻ നാവികരുള്ള അമേരിക്കൻ കപ്പൽ സേഫ് സി വിഷ്ണു. ഇത് കടലിൻ്റെ അടിയിലെ ഡ്രോണുകൾ, ഇറാൻ്റെ ഡ്രോണുകൾ കടലിൻ്റെ അടിയിൽ, അന്തർവാഹിനി പോലെ തന്നെ കടലിൻ്റെ അടിയിലും ഡ്രോണുകൾ സഞ്ചരിക്കും. അങ്ങനെ കടലിൻ്റെ അടിയിലെ ഡ്രോണുകൾ തകർത്ത് കളഞ്ഞു അമേരിക്കയുടെ ഈ സേഫ് സി വിഷ്ണു എന്ന് പറഞ്ഞ കപ്പല്. എന്നിട്ട് കടൽ പരപ്പിൽ കാട്ടുതീ പോലെ എണ്ണ കത്തുന്നു എന്നാണ് ദൃക്സാക്ഷിയായ ഒരാൾ പറഞ്ഞത്. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു ആ ആക്രമണത്തിൽ, 15 പേരെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഇത് നടന്നത് ഇറാഖിലെ ബസ്ര തുറമുഖത്താണ്. അപ്പോൾ അവിടെയും അതായത് അമേരിക്കൻ താവളങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവിടെയും ഇറാൻ ആക്രമണം നടത്തുന്നത്. ഒരു അമേരിക്കൻ കപ്പൽ ഈ കടലിൻ്റെ അടിയിൽ നിന്നുള്ള ഡ്രോണുകൾ
മുക്കിക്കളഞ്ഞു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇത്തരം ആക്രമണങ്ങളുടെ ഇടയിൽ കൂടിയിട്ടാണ് റിസ്ക് എടുത്ത് ഇന്ത്യയിലേക്ക് എണ്ണക്കപ്പലുകൾ വരുന്നത്. ഈ സേഫ് സീ വിഷ്ണു എന്ന് പറഞ്ഞ ഇറാൻ മുഖ്യ കപ്പലിൽ മാർഷൽ ഐലൻഡ്സിൻ്റെ കൊടി ആയിരുന്നു. മാർഷൽ ഐലൻഡ്സ് കൊടിയുള്ള കപ്പൽ. പക്ഷെ അമേരിക്കയിലെ സേഫ് സീ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ, ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലാണത്. അതുപോലെ മാൾട്ട കൊടിയുള്ള ഈ ഗ്രീസ് മാനേജ് ചെയ്യുന്ന ഒരു കപ്പലും ഇതിൻ്റെ കൂടെ ആക്രമിക്കപ്പെട്ടതായിട്ട് വാർത്തകളുണ്ട്. ഈ ഡ്രോണുകൾ ആക്രമിച്ചു എന്ന്. അപ്പോൾ ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസി ഈ കപ്പലിലെ ഇന്ത്യൻ നാവികർക്ക് വേണ്ടി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ബാഗ്ദാദിലെ ഇന്ത്യൻ എംബസി ഇറാഖുമായിട്ട് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ റോബർട്ട് കിയോസാക്കി എഴുതിയത് ജയശങ്കറിൻ്റെ 3 ഫോൺ കോളുകൾ ഇന്ത്യക്ക് വലിയ നയതന്ത്ര വിജയം നേടിക്കൊടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ എക്സ്പ്രസ് റോം മയൂരി നാരിയും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. എക്സ്പ്രസ് റോമും മയൂരി നാരിയും രണ്ടും തടഞ്ഞു. മയൂരി നാരി എന്ന് പറഞ്ഞ കപ്പൽ തായ്ലൻഡ് കപ്പൽ, അത് കത്തി, അനുമതിയില്ലാതെ, ഇറാൻ്റെ അനുമതിയില്ലാതെയാണ് ഇവ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ മറ്റേ ലൈബീരിയൻ കൊടിയുള്ള കപ്പൽ ഷെൻലോങ് എന്ന് പറഞ്ഞ കപ്പൽ ഈ ഹോർമുസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ട്രാൻസ്പോണ്ടറുകൾ ഓഫ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ ID ഉണ്ടല്ലോ, മറ്റു കപ്പലുകൾക്ക് തിരിച്ചറിയാനുള്ളത്, ഈ സംവിധാനം മുഴുവൻ ആ ഹോർമൂസിലെത്തിയ രാത്രി ഓഫ് ചെയ്തു. മറ്റ് കപ്പലുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഷെൻലോങ് എന്ന് പറഞ്ഞ കപ്പൽ ഇന്ത്യയിലെത്തിയതെന്ന് അതിൻ്റെ കഥയിൽ കാണുന്നുണ്ട്. ഈ പുഷ്പക്കും പരിമൾ 2 കപ്പലും ഇന്ത്യയിലേക്ക് താമസിയാതെ എത്തും. അങ്ങനെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഈ എണ്ണ പോയിന്റ് ഹോർമസ് കടലിടുക്ക്, ഒമാനും ഇതിനും ഇടയ്ക്ക് ഇറാനും ഇടയ്ക്കുള്ള ഹോർമസ് കടലിടുക്ക് ഇപ്പോഴും ഇറാൻ്റെ നിയന്ത്രണത്തിൽ. ഗൾഫിലിപ്പോൾ ഈ ഹോർമസ് ഭാഗത്ത് 28 ഇന്ത്യൻ കപ്പലുകളുണ്ട് എണ്ണയുമായിട്ട്. നമുക്ക് എണ്ണക്ഷാമമൊന്നും ഉണ്ടാവില്ല. അതിൽ 671 നാവികരുണ്ട്. അവരുടെ സുരക്ഷിതത്വവും നമുക്ക് പ്രധാനമാണ്. ഫെബ്രുവരി 28 മുതൽ നമ്മൾ കൺട്രോൾ റൂമും അവിടെ തുറന്നിട്ടുണ്ട്. ഇങ്ങനെ നയതന്ത്ര വിജയം നമ്മൾ നേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മറ്റേ ചൈനയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശവിരുദ്ധനാണല്ലോ. അപ്പം ഇതിൻ്റെ അകത്ത് ഇറാഖിലെ അൽഫോ തുറമുഖത്തും 2 കപ്പലുകൾ, പലയിടത്തും തുറമുഖങ്ങളിൽ കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഈ 3 ഇന്ത്യൻ നാവികര് ഈ അൽഫോയിൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ്. ആകെ 78 ക്രൂ ആണ് അവിടെ ഒരു കപ്പലിലുണ്ടായിരുന്നത്. 70 പേര് രക്ഷപ്പെട്ടു, 4 പേർക്ക് പരിക്കുണ്ട്. ബുധനാഴ്ച ഈ ലൈബീരിയ ഷെൻലോങ് കൊടിയുള്ള ആ കപ്പൽ, ഷെൻലോങ് ലൈബീരിയൻ കൊടിയുള്ള കപ്പൽ ആദ്യം ഇവിടെ എത്തിയത് ബുധനാഴ്ച എണ്ണയുമായിട്ട് മുംബൈയിലെത്തി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതൊരു സുയസ് മാക്സ് കപ്പലാണ്. എന്ന് പറഞ്ഞാൽ വലിയ ടാങ്കർ തന്നെയാണ്. ഈ ടാങ്കറുകളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഈ സൂയസ് മാക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് അതിനുള്ളത്, ഒരു പഞ്ചാബി ക്യാപ്റ്റൻ. ഇപ്പോൾ ഒരു ഹീറോ പരിവേഷമാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് ഈ കപ്പലാണ് ഞാൻ പറഞ്ഞില്ലേ, ഹോർമോസിലെ ഒരു രാത്രി ഡാർക്ക് ആയി പോയിട്ട് തിരോധാനം ചെയ്തു പോയിട്ട് പിന്നെ പൊങ്ങിയത്. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് ഇത് മുംബൈയിലെത്തി. വൈകിട്ട് 6 മണിക്ക് ജവഹർ ദ്വീപിൽ നങ്കൂരമിട്ടു. 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ആ എണ്ണക്കപ്പലിലുണ്ട്. അപ്പോൾ കിഴക്കൻ മുംബൈയിലെ മാഹുൽ റിഫൈനറിയിലേക്ക് ആണ് ഈ എണ്ണ എത്തിച്ചിരിക്കുന്നത്.
36 മണിക്കൂർ കൊണ്ട് ഇത് അൺലോഡ് ചെയ്യും ഈ കപ്പലിലെ എണ്ണ. ഷെൻലോങ് ഷിപ്പിങ്ങിൻ്റെയാണ് അത്. ഏതൻസിലെ ഡൈന കാൻ ആണ് അതിൻ്റെ മാനേജർ, ഈ കപ്പലിൻ്റെ മാനേജർ. അപ്പോൾ 29 ക്രൂ അതിൻ്റെ അകത്തുണ്ട്. ക്യാപ്റ്റൻ്റെ പേര് സുശാന്ത് സിംഗ് സന്ധു. അത് ക്യാപ്റ്റനും ഇന്ത്യക്കാരനാണ്. ലൈബീരിയൻ കപ്പലാണ് ഷെൻലോങ്. അപ്പോൾ ഇത് സൗദിയിലെ റാസ് തനൂര, ഇതും ഇറാൻ ആക്രമിച്ചിട്ടുള്ള തുറമുഖമാണ്. സൗദിയിലെ പ്രധാനപ്പെട്ട തുറമുഖമാണ്. റാസ് തനൂരയിൽ നിന്നാണ് ആ കപ്പൽ എണ്ണ നിറച്ച് പുറപ്പെട്ടത്. മാർച്ച് 1-ാം തീയതി ആണ് പുറപ്പെട്ടത്. 2 ദിവസം കഴിഞ്ഞ് യാത്ര തുടങ്ങി. മാർച്ച് 8-ന് ഹോർമുസിൽ അതെത്തി. അത് കഴിഞ്ഞാണ് അത് ഡാർക്കായി പോയത് ഒരു രാത്രി. അതിൻ്റെ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിഗ്നലിംഗ് സിസ്റ്റം ഒക്കെ ഓഫ് ചെയ്തിരുന്നു. AIS ഓഫ് ചെയ്തിരുന്നു. അതിൻ്റെ സ്പീഡ് എവിടെയാണ്, എന്താണ് സിഗ്നൽ ഒന്നുമില്ലാതെയാണ് അത് യാത്ര ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 677 നാവികർ ഉള്ള 22 കപ്പലുകൾ നമ്മുടേതായിട്ട് അവിടെയുണ്ട്. ഇത്രയും നയതന്ത്ര വിജയം നമ്മൾ ഹോർമുസിൽ തന്നെ നേടിയിരിക്കുന്നു. ഇറാൻ, അമേരിക്കൻ, ഇസ്രയേൽ യുദ്ധ മേഖലയിൽ ഇന്ത്യയും റിസ്ക് എടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.